ലോക പ്രശസ്ത അമേരിക്കൻ സ്വകാര്യ ബഹിരാകാശ കമ്പനി ബ്ലൂ ഒറിജിന്റെ ന്യൂ ഗ്ലെൻ റോക്കറ്റ് നിർമ്മാണത്തിൽ തൃശ്ശൂരുകാരി അൽക്ക ഫിലിപ്പിലൂടെ കേരളത്തിന്റെ കയ്യൊപ്പ്. നമസ്കാരം, ഞാൻ ജാസ്മിൻ. 9-ാം വയസ്സിൽ ടെലിവിഷൻ സ്ക്രീനിൽ കണ്ട ഒരു ബഹിരാകാശ ദുരന്തത്തിന്റെ വാർത്തയിൽ നിന്നുമാണ് തൃശ്ശൂരുകാരിയായ ആ കൊച്ചു പെൺകുട്ടി തന്റെ സ്വപ്നങ്ങൾ മെനഞ്ഞെടുത്തത്. വർഷങ്ങൾക്കിപ്പുറം ഇന്ന് അവളത് സാധ്യമാക്കിയെടുത്തിരിക്കുകയാണ്. തൃശൂർ സ്വദേശിനി അൽക്ക ഫിലിപ്പ് ഇപ്പോൾ ലോകത്തെ പ്രമുഖ സ്വകാര്യ ബഹിരാകാശ കമ്പനികളിലൊന്നായ ബ്ലൂ ഒറിജിനിലെ മാനുഫാക്ചറിംഗ് എഞ്ചിനീയറാണ്. തൃശ്ശൂരിൽ നിന്ന് അമേരിക്കയിലെ ഫ്ലോറിഡയിലെ സ്പേസ് കോസ്റ്റിലേക്കും അവിടെ നിന്ന് ന്യൂ ഗ്ലെൻ റോക്കറ്റ് പദ്ധതിയുടെ ഭാഗമാകുന്നതിലേക്കുമുള്ള അൽക്കയുടെ യാത്ര സ്വപ്നങ്ങളെ പിന്തുടരുന്ന ഒരാളുടെ കഠിനാധ്വാനത്തിന്റെ ഫലം കൂടിയാണ്. ബഹിരാകാശത്ത് മനുഷ്യർക്ക് ജീവിക്കാനും ജോലി ചെയ്യാനും കഴിയുന്ന ഒരു ഭാവിയാണ് ബ്ലൂ ഒറിജിൻ ലക്ഷ്യമിടുന്നത്. ആ വലിയ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ റോക്കറ്റിന്റെ നിർമ്മാണവുമായി നേരിട്ട് ബന്ധപ്പെട്ട നിർണായക ചുമതലയാണ് അൽക്ക വഹിക്കുന്നത്. ബ്ലൂ ഒറിജിന്റെ ന്യൂ ഗ്ലെൻ റോക്കറ്റ് പദ്ധതിയിലെ തെർമൽ പ്രൊട്ടക്ഷൻ സിസ്റ്റംസ് ആൻഡ് കോട്ടിംഗ്സ് ടീമിലാണ് അൽക്ക പ്രവർത്തിക്കുന്നത്. റോക്കറ്റിന്റെ എഞ്ചിൻ മുതൽ പെലോഡ് ഫെയറിംഗ് വരെയുള്ള വിവിധ ഘടകങ്ങളുടെ നിർമ്മാണ പ്രക്രിയയിൽ മാനുഫാക്ചറിംഗ് എഞ്ചിനീയർമാർ നേരിട്ട് ഇടപെടുന്നു. അൽക്കയുടെ ബഹിരാകാശ സ്വപ്നത്തിന് തുടക്കമാകുന്നത് 2003 കൊളംബിയ സ്പേസ് ഷട്ടിൽ ദുരന്തത്തോടെയാണ്. അന്ന് 9 വയസ്സുകാരിയായിരുന്ന അൽക്ക ബഹിരാകാശ യാത്രിക കൽപ്പന ചൗളയുടെ മരണവാർത്തകൾ ടെലിവിഷനിൽ കണ്ടു. ആ സംഭവത്തോടെ ബഹിരാകാശത്തെക്കുറിച്ചും ബഹിരാകാശ യാത്രകളെക്കുറിച്ചുമുള്ള കാര്യങ്ങളിൽ അൽക്കയുടെ താല്പര്യം വർദ്ധിച്ചു. പിന്നീട് തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗിൽ ബിരുദം അൽക്ക നേടി. അതിനുശേഷം അമേരിക്കയിലെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ഓഫ് ന്യൂയോർക്കിൽ നിന്ന് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗിൽ ബിരുദാനന്തര ബിരുദവും സ്വന്തമാക്കി. അൽക്കയുടെ ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത് പ്രശസ്ത എയ്റോസ്പേസ് കമ്പനിയായ എംബ്രയറിലാണ്. ആ ജോലിയൊടുവിൽ അൽക്കയെ അമേരിക്കയിലെ വാണിജ്യ ബഹിരാകാശ വ്യവസായത്തിന്റെ പ്രധാന കേന്ദ്രമായ ഫ്ലോറിഡയിലെ സ്പേസ് കോസ്റ്റിലെത്തിച്ചു. നാസയുടെ കെന്നഡി സ്പേസ് സെന്റർ, കേപ്പ് കാനവറൽ തുടങ്ങിയ ചരിത്രപ്രധാനമായ ബഹിരാകാശ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണിത്. സ്പേസ് എക്സ്, ബ്ലൂ ഒറിജിൻ തുടങ്ങിയ കമ്പനികളുടെയും പ്രവർത്തന കേന്ദ്രങ്ങളിലൊന്നാണ് സ്പേസ് കോസ്റ്റ്. 2017 മുതലാണ് അൽക്ക ബ്ലൂ ഒറിജിനിൽ ജോലി നേടാൻ ശ്രമം ആരംഭിച്ചത്. ഏകദേശം 6 വർഷത്തെ കഠിനാധ്വാനത്തിനും നിരവധി ശ്രമങ്ങൾക്കും ശേഷമാണ് ആ സ്വപ്നം യാഥാർത്ഥ്യമായത്. കമ്പനിയുടെ നിയമന പ്രക്രിയ അതീവ കടുപ്പമേറിയതാണ്. ബയോഡേറ്റ പരിശോധനയ്ക്ക് ശേഷം നിരവധി ഘട്ടങ്ങളിലായി സാങ്കേതിക അഭിമുഖങ്ങൾ നടക്കും. ഓരോ അഭിമുഖത്തിലും വ്യത്യസ്തരായ ആളുകളുമായാണ് സംസാരിക്കേണ്ടത്. മണിക്കൂറുകൾ നീളുന്ന ചർച്ചകളും സാങ്കേതിക ചോദ്യങ്ങളുമാണ് അഭിമുഖങ്ങളിൽ ഉണ്ടാവുക. അന്തിമഘട്ട അഭിമുഖം നടന്നപ്പോൾ അൽക്ക ഇന്ത്യയിലായിരുന്നു. അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള സമയവ്യത്യാസം കാരണം അർദ്ധരാത്രി മുതൽ പുലർച്ചെ 5 മണി വരെ ഉണർന്നിരുന്നാണ് അൽക്ക അഭിമുഖത്തിൽ പങ്കെടുത്തത്. ആ കാത്തിരിപ്പിനും അധ്വാനത്തിനും ഒടുവിൽ ഫലം ലഭിച്ചു. ബ്ലൂ ഒറിജിനിലെ തൊഴിൽ രീതി അൽക്കയ്ക്ക് ഏറെ ഇഷ്ടമാണ്. ജീവനക്കാരുടെ ജോലിയോടുള്ള അഭിനിവേശം, വ്യക്തിജീവിതത്തിനും ഔദ്യോഗിക ജീവിതത്തിനും നൽകുന്ന പ്രാധാന്യം, തുടർച്ചയായി പഠിക്കാനും മെച്ചപ്പെടാനുമുള്ള അവസരങ്ങൾ എന്നിവയെല്ലാം അവിടെയുണ്ടെന്നാണ് അൽക്ക പറയുന്നത്. റോക്കറ്റ് വിക്ഷേപണങ്ങൾ പോലെ തന്നെ സ്വപ്നങ്ങളും പല പരീക്ഷണങ്ങളിലൂടെയാണ് വിജയത്തിലെത്തുന്നത് എന്ന സന്ദേശം കൂടിയാണ് അൽക്കയുടെ യാത്ര നൽകുന്നത്. തൃശൂർ ചിന്മയ വിദ്യാലയത്തിലെ അധ്യാപകരും സുഹൃത്തുക്കളുമാണ് തന്റെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ചതെന്ന് അൽക്ക പറയുന്നു. പാഴുമണ്ണിൽ ഹൗസിൽ മോഹൻ ഫിലിപ്പിന്റെയും ആനി മോഹന്റെയും മകളായ അൽക്ക ജോലിക്കൊപ്പം കലാരംഗത്തും സജീവമാണ്. ഭരതനാട്യവും മോഹിനിയാട്ടവും പരിശീലിച്ചിട്ടുള്ള മികച്ചൊരു നർത്തകി കൂടിയാണ് അൽക്ക. വാർത്തയുടെ നിറം തേടി തനിനിറം.